ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയുടെ തകർക്കപ്പെട്ട ഔദ്യോഗിക വസതിയുടെ ദൃശ്യങ്ങൾ ഇറാൻ ഭരണകൂടം ആദ്യമായി ഔദ്യോഗികമായി പുറത്തുവിട്ടു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28-നായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ഈ ആക്രമണം നടന്നത്. വലിയ തോതിലുള്ള മിസൈൽ വ്യോമാക്രമണത്തിലാണ് ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള ഖമനേയുടെ വസതി പൂർണ്ണമായും തകർക്കപ്പെട്ടത്. ആക്രമണം നടക്കുമ്പോൾ ഖമനേയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രധാന അംഗങ്ങളും ഈ വസതിയിൽ ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ ഖമനേയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ നിരവധി കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. അപകടം നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് തകർന്ന് തരിപ്പണമായ വസതിയുടെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ പുറത്തുവിടുവാൻ ഇറാൻ തയ്യാറായിരിക്കുന്നത്. വൻ സ്ഫോടനത്തിൽ കെട്ടിട സമുച്ചയം പൂർണ്ണമായി തകരുകയും അവശിഷ്ടങ്ങൾ മാത്രമായി മാറുകയും ചെയ്ത ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളത്. ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായും തിരിച്ചടിയുമായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തിന്റെ പരമോന്നത കമാൻഡറുടെ വസതിയിലേക്ക് നേരിട്ട് ആക്രമണം നടത്തുവാൻ ശത്രു രാജ്യങ്ങൾക്ക് കഴിഞ്ഞത് ഇറാന്റെ പ്രതിരോധ മേഖലയെ വലിയ രീതിയിൽ ഉലച്ചിരുന്നു. ഫെബ്രുവരി 28-ന് പുലർച്ചെയാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വൻ വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ ആണവ നിലയങ്ങളും സൈനിക ആസ്ഥാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു നീക്കമെങ്കിലും ഒന്നാം ഘട്ടത്തിൽ തന്നെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയുടെ വസതി തകർക്കുവാൻ കഴിഞ്ഞത് ഇറാന്റെ ആത്മവീര്യത്തെ ബാധിച്ചിരുന്നു. ഖമനേയുടെ മരണത്തോടെ ഇറാനിലെ ഭരണരംഗത്തും സൈനിക നേതൃത്വത്തിലും വലിയ അനിശ്ചിതത്വങ്ങൾ ഉടലെടുത്തിരുന്നു. ഖമനേയുടെ വസതി തകർത്തതിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതിന്റെയും ഔദ്യോഗിക ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിലൂടെ തങ്ങൾ നേരിട്ട വലിയ നഷ്ടം ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ് ഇറാൻ ഭരണകൂടം ചെയ്തിരിക്കുന്നത്. ഒപ്പം ശത്രുക്കൾക്കെതിരെയുള്ള ജനരോക്ഷം ശക്തമാക്കുവാനും ഈ ദൃശ്യങ്ങൾ ഇറാൻ ഉപയോഗിച്ചേക്കാം. ഖമനേയുടെ മരണാനന്തര ചടങ്ങുകളുടെയും സംസ്കാരത്തിന്റെയും വിവരങ്ങളും ഇതിനോടകം തന്നെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. വരും ദിവസങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വീണ്ടും ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്.